ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് HSA ഫിസിക്കൽ സയൻസിന്റെ ഒരു ടോപ്പിക്കാണ്. അത് തെർമോഡൈനാമിക്സ് ആണ്. ഈ തെർമോഡൈനാമിക്സിലെ ആദ്യത്തെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ തെർമോഡൈനാമിക്സിനൊക്കെ കഴിഞ്ഞ HSAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നതാണ്. ഇതിനകത്ത് കൂടുതൽ പ്രോബ്ലങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് എൻതാൽപ്പി, എന്താണ് എൻട്രോപ്പി, എന്താണ് ഗിബ്സ് എനർജി, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ഫിസിക്സിൻ്റെ അകത്തുമുണ്ട്, അതുകൂട്ടാൻ എന്തിൻ്റെ അകത്തുമുണ്ട്, കെമിസ്ട്രിക്കകത്തുമുണ്ട്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഈ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ താപഗതികം, എന്താ താപഗതികം അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഇത് സയൻസിന്റെ ഒരു ശാഖയാണ്. എന്തിനെ കുറിച്ച്? വേരിയസ് ഫോം ഓഫ് എനർജി, എനർജിയുടെ വേരിയസ് ഫോമിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സയൻസിന്റെ ഒരു ശാഖയാണ് എന്ത്? തെർമോഡൈനാമിക്സ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ തെർമോഡൈനാമിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ അറിയണം. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, എന്താണ് ബൗണ്ടറീസ്, എന്താണ് യൂണിവേഴ്സ്. അതിന്റെ മലയാളം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളാം. സിസ്റ്റം എന്ന് വെച്ചാൽ വ്യൂഹം, ഓക്കെ. സറൗണ്ടിങ് എന്ന് വെച്ചാൽ ചുറ്റുപാട്, ബൗണ്ടറി എന്ന് വെച്ചാൽ അതിർത്തി, യൂണിവേഴ്സ് എന്ന് വെച്ചാൽ പ്രപഞ്ചം. അപ്പൊ എന്താ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് വ്യൂഹം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന സാധനം എന്താണോ അതാണ് സിസ്റ്റം, അതാണ് വ്യൂഹം. നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് എടുക്കുന്നത് അതാണ് സിസ്റ്റം. ഉദാഹരണം ഞാൻ പറയോ, ഞാനൊരു ബീക്കറിൽ ചായ എടുത്തു അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ചായ എടുത്തു. ഞാൻ പഠിക്കാൻ ചായയാണ് എടുത്തതെങ്കിൽ സിസ്റ്റം എന്താണ്? ചായ. വ്യൂഹം എന്താ? ചായ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ബലൂണിൽ എന്താണ് കുറച്ച് ഹീലിയം വാതകം നിറച്ചു. കാലാവസ്ഥ നിരീക്ഷണ ബലൂണിൽ ഉപയോഗിക്കുന്ന വാതകം എന്താണ്? ഹീലിയം അല്ലേ? ഞാൻ ഹീലിയത്തെ കുറിച്ചാണ് പഠിക്കാൻ എടുത്തതെങ്കിൽ ഹീലിയമാണ് എന്ത് സിസ്റ്റം അല്ലെങ്കിൽ വ്യൂഹം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എന്താ വ്യൂഹം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ എടുത്ത സാധനം എന്താണോ അതാണെന്ത് വ്യൂഹം. ഓക്കെ. എന്താണ് സറൗണ്ടിങ്? വ്യൂഹം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും പറയുന്ന പേരാണ് സറൗണ്ടിങ് അല്ലെങ്കിൽ ചുറ്റുപാട്. അപ്പൊ എന്താ മക്കളെ? പ്രപഞ്ചം. വ്യൂഹവും ചുറ്റുപാടും കൂടി ചേരുന്നതാണെന്ത്? പ്രപഞ്ചം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താ ബൗണ്ടറീസ്? ബൗണ്ടറീസ് എന്ന് വെച്ചാൽ ഒന്നുമില്ലടേ, ഈ സിസ്റ്റം അല്ലെങ്കിൽ വ്യൂഹത്തെയും ചുറ്റുപാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഭാഗമാണെന്ത്? ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിർത്തി എന്ന് പറയും. ഇല്ലേ? 2 രാജ്യങ്ങളുടെ അതിർത്തി, ഇന്ത്യയും പാകിസ്ഥാന്റെ അതിർത്തി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന സാധനം, അതന്നെ കാര്യം. ഇവിടെ എന്താണ് ഈ പറയുന്ന എന്താ? സിസ്റ്റം വ്യൂഹത്തെയും ചുറ്റുപാടിനെയും വേർതിരിക്കുന്ന ഭാഗമാണെന്ത്? അതിർത്തി. സിമ്പിളായിട്ട് ഞാൻ പറയാം, ഞാനൊരു ഗ്ലാസ്സിൽ എടുത്തു? ചായ എടുത്തു. ഞാൻ പഠിക്കാൻ എടുത്തത് ചായയാണ്. അപ്പം സിസ്റ്റം എന്താ? ചായ. ഓക്കെ അല്ലേ? എന്താണ് ബൗണ്ടറീസ് എന്ന് വെച്ചാൽ ആ ഗ്ലാസിന്റെ ഭിത്തി വാള്, അതാണ് എന്ത്? ബൗണ്ടറീസ്. ബാക്കിയുള്ള എല്ലാം എന്താണ്? ചുറ്റുപാടാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ അതിന്റെ മലയാളം താപഗതികം. അപ്പൊ പഠിച്ചോ മക്കളെ? എന്താ വ്യൂഹം എന്ന് പറയുന്നത്? പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഭാഗം. എന്താണ്? പരീക്ഷണ നിരീക്ഷണത്തിന് ഭാഗമാക്കുന്ന, ഞാൻ പറയാം, സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന സാധനം അതാണ് വ്യൂഹം. ചുറ്റുപാട്. വ്യൂഹം ഒഴികെയുള്ള പ്രപഞ്ച ഭാഗമാണെന്ത്? ചുറ്റുപാട്. അപ്പൊ എന്താ പ്രപഞ്ചം? വ്യൂഹവും ചുറ്റുപാടും സിസ്റ്റവും സറൗണ്ടിങ്ങും ചേരുന്നതാണെന്ന് പ്രപഞ്ചം. അപ്പൊ എന്താ അതിർത്തി? ചുറ്റുപാടിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്ന ഭിത്തിയാണ് അതിർത്തി എന്ന് വിളിക്കാം. നോക്കിയേ, അതിന് എക്സാമ്പിൾ ആണത് ഒരു ബീക്കർ അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഫ്ലാസ്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാസ്കിൽ ഞാൻ എന്തെടുത്തു? വെള്ളം എടുത്തു. ഞാൻ പഠിക്കാൻ എടുത്തത് വെള്ളമായതുകൊണ്ട് വെള്ളം എന്താ? സിസ്റ്റമാ. ചുറ്റുമുള്ള ഈ സാധനം എല്ലാം എന്താണ്? സറൗണ്ടിങ്ങാ, ചുറ്റുപാടാ. ഈ പറയുന്ന വെള്ളത്തെയും ചുറ്റുപാടിനെയും വേർതിരിക്കുന്ന ഭാഗം കണ്ടോ? ഈ ഫ്ലാസ്കിന്റെ ഭിത്തി, ഇതിനെ പറയുന്ന പേരാണെന്ത്? ബൗണ്ടറീസ്. ഇത്രയുള്ള കാര്യം. പഠിക്കാൻ എടുത്ത കാര്യം സിസ്റ്റം, വ്യൂഹം.
ബാക്കിയുള്ള ഇതെല്ലാം ചുറ്റുപാട്, അതിനെ വേർതിരിക്കുന്ന ഈ ഭാഗമാണ് എന്ത്, ബൗണ്ടറീസ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി പഠിച്ചോണം വിവിധ തരം വ്യൂഹങ്ങൾ. ഓക്കെ അല്ലേ? ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും വിനിമയത്തെ അടിസ്ഥാനമാക്കി പഠിച്ചോ. ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും വിനിമയത്തെ അടിസ്ഥാനമാക്കി സിസ്റ്റം അല്ലെങ്കിൽ വ്യൂഹത്തെ മൂന്നായി തരംതിരിക്കാൻ. ഒന്നാമത്തെയാണ് ഓപ്പൺ സിസ്റ്റം, തുറന്ന വ്യൂഹം. രണ്ടാമത്തെയാണ് ക്ലോസ്ഡ് സിസ്റ്റം, അടഞ്ഞ വ്യൂഹം. മൂന്നാമത്തെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം, എന്താണ്, ഒറ്റപ്പെട്ട വ്യൂഹം. ഓക്കെ അല്ലെ? എന്താണ്? ഊർജത്തിന്റെ ദ്രവ്യത്തിന്റെ വിനിമയത്തെ അടിസ്ഥാനമാക്കി. നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ തുറന്ന വ്യൂഹം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ഗ്ലാസ്സിൽ ചായ എടുക്കും, ചൂട് ചായ നോക്കിയേ. ചൂട് ചായ എന്ന് വെച്ചാൽ ഓപ്പൺ ഗ്ലാസ്സിലെടുത്തത്. അപ്പൊ അവിടെ നിന്നാണ് ഊർജം എക്സ്ചേഞ്ച് ചെയ്യാം. കാരണം ഊർജം പുറത്തേക്കും വരാം, അകത്തേക്കും വരാം. അതുകൂടെ ദ്രവ്യം എന്ത് ചെയ്യും, പുറത്തേക്കും പോകാം, അകത്തേക്കും പോകാം. അങ്ങനെ ഊർജ ദ്രവ്യ വിനിമയം സാധ്യമാക്കുന്ന വ്യൂഹം, ഊർജവും ദ്രവ്യ വിനിമയം എക്സ്ചേഞ്ച് സാധ്യമാക്കുകയാണെങ്കിൽ അതാണ് എന്ത്, തുറന്ന വ്യൂഹം അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം. കണ്ട, മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ദ്രവ്യമാണ്, മാറ്ററാണ്. കണ്ട, ഇവിടുന്ന് ഹീറ്റ് കണ്ട, ഊർജം എന്ത് ചെയ്യും, പുറത്തേക്ക് വരാം, പുറത്തുനിന്ന് ഹീറ്റ് എന്ത് ചെയ്യും, അകത്തേക്ക് വരാം. ഓക്കെ, ഇവിടുന്ന് കണ്ട ദ്രവ്യം പുറത്തേക്ക് വരാം, പുറത്തുനിന്ന് എന്ത് ചെയ്യും, അകത്തേക്ക് വരാം. അങ്ങനെ എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ അതാണ് എന്ത്, തുറന്ന വ്യൂഹം അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറയും. സെറ്റ് ആണോ മക്കളെ? അടുത്ത എന്താ, അടഞ്ഞ വ്യൂഹം. ഇതേ തന്നെ ഞാനൊരു ഒരു ഗ്ലാസിൻ്റെ അകത്ത് ചായ എടുക്കുക, ചായ അടച്ചു വെക്കുമ്പോൾ നമുക്കറിയാം അടച്ചത് കൊണ്ട് അവിടെ നിന്ന് ഒരിക്കലും ദ്രവ്യം പുറത്തോട്ടോ അകത്തോട്ടോ വരത്തില്ല, ദ്രവ്യവിനിമയം സാധ്യമാകത്തില്ല. പക്ഷേ ആ ഗ്ലാസിന്റെ സൈഡിൽ പിടിച്ച നല്ല ചൂട് കാണത്തില്ലേ, എനർജി എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. എനർജി ഊർജ വിനിമയം നടക്കും, എന്നാൽ ദ്രവ്യവിനിമയം നടക്കത്തില്ല. അതാണെന്ത്, അടഞ്ഞ വ്യൂഹം. നോക്കിയേ, കണ്ട് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് പുറത്തോട്ടോ താഴോട്ടോ ഒരിക്കലും ദ്രവ്യവിനിമയം നടക്കത്തില്ല. എന്നാൽ ഹീറ്റ് എന്ത് ചെയ്യും, പുറത്തോട്ടോ അകത്തോട്ടോ വരും. ഓക്കെ, അതാണ് ഒരു സമൃദ്ധ വ്യൂഹം എന്ന് വെച്ചാൽ അടഞ്ഞ വ്യൂഹത്തിന്റെ കാര്യത്തിൽ വ്യൂഹവും ചുറ്റുപാടും തമ്മിൽ ദ്രവ്യവിനിമയം സാധ്യമല്ല, എന്നാൽ ഊർജ വിനിമയം സാധ്യമാണ്. ഊർജം എന്ത് ചെയ്യും, വിനിമയം നടക്കും, പക്ഷെ ദ്രവ്യവിനിമയം നടക്കത്തില്ല. ഇതാണെന്ത്, അടഞ്ഞ വ്യൂഹം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് ആണ് ഒറ്റപ്പെട്ട വ്യൂഹം അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം. ഒന്നുമില്ലടേ, നമുക്കറിയാം ഫ്ലാസ്കില്ലേ, തെർമോ ഫ്ലാസ്ക്. ചൂട് പോകാതിരിക്കാൻ വേണ്ടി ചായയൊക്കെ നമ്മൾ എന്താണ് തെർമോ ഫ്ലാസ്കിൽ ഇട്ട് വെക്കും. കാരണം എന്താ, അവിടുന്ന് ഊർജം പോകത്തില്ല. കാരണം അത് അല്ലെങ്കിൽ നമ്മൾ ഒരു തെർമോ ഫ്ലാസ്ക് ചൂട് ചായ എടുത്തിട്ട് ഒരു 2-3-4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചായ എടുത്തു കഴിഞ്ഞാൽ അതേ ചൂട് കാണും. കാരണം ഹീറ്റ് അല്ലെങ്കിൽ ഊർജം എക്സ്ചേഞ്ച് ചെയ്യത്തില്ല, ദ്രവ്യവും എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. ഊർജവും ദ്രവ്യവും എക്സ്ചേഞ്ച് ചെയ്യത്തില്ലെങ്കിൽ വിനിമയം സാധ്യമല്ലാത്ത വ്യൂഹമാണ് എന്ത്, ഒറ്റപ്പെട്ട വ്യൂഹം അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം. സെറ്റാണോ മക്കളെ? ആദ്യത്തെ ഓപ്പൺ സിസ്റ്റത്തിൽ രണ്ടും എക്സ്ചേഞ്ച് ചെയ്യും, ഊർജവും ദ്രവ്യവും എക്സ്ചേഞ്ച് ചെയ്യുമെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റമായ എന്താണ്, ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ദ്രവ്യം എക്സ്ചേഞ്ച് ചെയ്യത്തില്ല, ഊർജം എക്സ്ചേഞ്ച് ചെയ്യും. എന്നാൽ ഐസൊലേറ്റഡിൽ രണ്ടും എന്ത് ചെയ്യത്തില്ല, എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. നോക്കിയാണ്ട, രണ്ടും എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. അതാണെന്ത്, ഒറ്റപ്പെട്ട വ്യൂഹം എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക.